കാറ്റത്തേക്കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ താൻ താലി ചാർത്തിയ നിധി ഇതുവരെ തന്നെ ഒരു ഭർത്താവായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ സുധീഷ് അവളെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമായിരിക്കും. നല്ല രീതിയിൽ തന്നെ മദ്യപിച്ച് ലക്ക് കെട്ടുകൊണ്ടായിരുന്നു സുധീഷ് വീട്ടിലേക്ക് കയറി വരുന്നത്. ശുക്രന്റെ ഉപദേശം കേട്ടുകൊണ്ട് തന്നെ നിധിയെ എങ്ങനെയെങ്കിലും ഈ ഒരു രാത്രി സ്വന്തമാക്കണമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും സുധീഷ് വീട്ടിലേക്ക് കയറി വരുന്നത്. അന്ന് രാത്രി നല്ല രീതിയിൽ തന്നെ വെള്ളമടിച്ച് ലെക്ക് കേട്ട് വീട്ടിലേക്ക് കയറി വന്ന സുധീഷ് നേരെ പോയത് ഉറങ്ങിക്കിടക്കുന്ന നിധിയുടെ റൂമിലേക്കാണ്. അവളുടെ ഒപ്പം കിടന്ന് വളരെ മോശമായിട്ട് തന്നെ അവൻ പെരുമാറുന്ന സമയത്തിന് നിധിയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് ഉറക്കെ അങ്ങ് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷേട്ടാ എന്നൊക്കെ വിളിക്കും. ആ കരച്ചിൽ കേട്ട് നെഞ്ചു പൊട്ടി അകത്തേക്ക് ഓടിക്കയറി വന്ന സുഭാഷും ഹരീഷും നികേഷും ഒക്കെ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. സുധീഷിന്റെ ഈ വൃത്തികെട്ട പെരുമാറ്റം കണ്ട് ദേഷ്യം വന്ന സുഭാഷ് അവനെ പുകച്ചടിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ട് അലറി. ഹരീഷാണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് അങ്ങ് തള്ളി മാറ്റി. പേടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന നിധിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി സുഭാഷും നികേഷൊക്കെ ഒരുപാടധികം പാടുപെട്ടു. പിറ്റേ ദിവസം നേരെ വെളുത്തപ്പോൾ തന്നെ വല്ലാത്തൊരു മുഖവുമായിട്ടായിരിക്കും നിധി ഓഫീസിലേക്ക് പോയത്. രാവിലെ ഉറക്കമുണർന്ന സുധീഷിനോട് അവർക്കൊക്കെ കടുത്ത ദേഷ്യം മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. രാത്രി നടന്ന ഓരോ കാര്യങ്ങളും ഓർക്കുമ്പോൾ സുധീഷിന് വല്ലാത്ത കുറ്റബോധം തോന്നി. സുഭാഷേട്ടനോടും ഹരീഷിനും നികേഷിനൊക്കെ അവന് മാപ്പ് പറയാൻ ശ്രമിച്ചുവെങ്കിലും ആരും അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. ഓഫീസിലിരിക്കുന്ന നിധിയെ ഓർത്തപ്പോൾ സുധീഷിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. തന്നോട് അത്രമാത്രം മോശമായ പെരുമാറ്റത്തിൽ ഷോക്കായി ജോലി ചെയ്യാൻ പോലും കഴിയാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു നിധി ഓഫീസിലിരിക്കുന്നത്. അവൾ വല്ലാതിരിക്കുന്നത് കണ്ടപ്പോൾ കൂടെയുള്ള ദിവ്യക്ക് സംശയമായി. എന്തു പറ്റി നിധി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൾ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, രാത്രി നേരെ ചൊവ്വെ ഉറങ്ങാൻ പറ്റിയില്ല എന്ന് നിധി കള്ളം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി. അത് കേട്ടപ്പോൾ ദിവ്യ പറഞ്ഞു, അല്ല ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോഴേക്കും സുധീഷ് നിധിയുടെ ഫോണിലേക്ക് സോറി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ആ മെസ്സേജ് കണ്ടപ്പോൾ നിധിയുടെ ദേഷ്യം അങ്ങ് ഇരട്ടിച്ചു. അവിടെ സുധീഷാണെങ്കിൽ അവൾ റീപ്ലൈ ഒന്നും തരുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ഒടുവിൽ അവൻ അവളെ വിളിച്ചു നോക്കി, പക്ഷേ അവൾ ഫോൺ എടുത്തില്ല. കോൾ കട്ട് ചെയ്തപ്പോൾ സുധീഷിന് തോന്നി അവൾ എടുക്കുന്നില്ലല്ലോ, ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കുക, എനിക്കൊരു വിവരവും ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ അവൻ ഇങ്ങനെ സ്വയം തലക്കടിച്ച് സങ്കടപ്പെട്ടു. പിന്നെയും പ്ലീസ് കോൾ മീ എന്നൊക്കെ മെസ്സേജ് അയച്ചുവെങ്കിലും നിധി അത് മൈൻഡ് പോലും ചെയ്തില്ല. നിധി ഫോൺ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മെസ്സേജ് വന്നപ്പോൾ അത് നോക്കാതെ അവൾ ദിവ്യയോട് ചോദിച്ചു, ദിവ്യേ നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ എന്ന്. അതിനെന്താ പോവാലോ, ഇപ്പോൾ കോഫി ടൈം അല്ലല്ലോ എന്ന് ദിവ്യ പറഞ്ഞു. എന്നാലും അവളെയും കൂട്ടി നേരെ കോഫി കുടിക്കാൻ പോയി. കോഫി കുടിക്കുന്നതിൽ തന്നെ ദിവ്യ താമസിക്കുന്ന ഹോസ്റ്റലിനെ കുറിച്ചൊക്കെ നിധി ചോദിച്ചറിയാണ്. നല്ല ഹോസ്റ്റലാണെന്നും ഓഫീസിനടുത്ത് തന്നെയാണെന്നും 15 മിനിറ്റ് കൊണ്ട് ഓഫീസിലേക്ക് എത്താമെന്നൊക്കെ ദിവ്യ പറഞ്ഞപ്പോൾ നിധിക്ക് അവിടെ ഒരു റൂം കിട്ടുമോ എന്നായി അടുത്ത ചോദ്യം. അതെന്താ നിധി പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നത്, നിന്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലല്ലേ നീ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് ദിവ്യ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ, അവിടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, പക്ഷേ അവിടെ നിന്ന് വരാനും പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ്സൊന്നും സമയത്ത് കിട്ടത്തുപോലുമില്ല, പിന്നെ യാത്രാക്ഷീണം വേറെയും. അതുകൊണ്ടാണ് ഓഫീസിനടുത്ത് ഹോസ്റ്റൽ നിൽക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ റൂമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത് എന്ന് നിധി പറഞ്ഞു. റൂമൊക്കെ കാണും നിധി, ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് ദിവ്യ പറഞ്ഞു. താങ്ക് യു എന്നൊക്കെ നിധി പറഞ്ഞപ്പോൾ, അല്ല നിധി, ആ വീട്ടിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ദിവ്യ ചോദിച്ചു. ഒരു പ്രശ്നമില്ല എന്ന് നിധി പറഞ്ഞുവെങ്കിലും ദിവ്യ വിട്ടില്ല. അല്ല, നീ വന്നപ്പോൾ തൊട്ട് എന്തോ ഭയങ്കര ടെൻഷനിലാണെന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ നിന്നോട് ചോദിച്ചത്. അന്നേരം നിധി പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ തന്നെ ഹോസ്റ്റലിൽ നിൽക്കാമെന്നാണ് കരുതിയത്. പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലത് കൊണ്ട് അവിടെ നിന്നേ ഉള്ളൂ. അവരാണ് എന്നോട് നിർബന്ധിച്ച് ജോലി കിട്ടുന്നത് വരെ അവിടെ തന്നെ നിന്നിട്ട് പിന്നെ മാറാമെന്നൊക്കെ പറഞ്ഞത്. ഇപ്പം ഏതായാലും ജോലി കിട്ടിയല്ലോ, അതാ ഞാൻ മാറാമെന്നും വെച്ചത്. ആ വീട്ടിൽ 4-5 പേരുണ്ട്, ഞാനായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഹോസ്റ്റലിൻ്റെ കാര്യം തീരുമാനിച്ചത്. ഹോസ്റ്റലിലെ ഫുഡൊന്നും അത്ര പോരാ എന്ന് ദിവ്യ പറഞ്ഞപ്പോൾ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം. റൂം ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ മാറാൻ റെഡിയാണ് എന്നൊക്കെ നിധി തീർത്തും പറഞ്ഞു. ശരി, ഞാൻ ഏതായാലും ചോദിച്ചിട്ട് പറയാമെന്നൊക്കെ ദിവ്യ ഉറപ്പ് കൊടുക്കുകയാണ്. ഇതേ സമയത്തിന് വളരെ സങ്കടത്തോടു കൂടി തന്നെ സുധീഷ് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ടിറ്റോയും ചന്തുവൊക്കെ അവൻ വല്ലാതിരിക്കുന്നത് കണ്ട് കാര്യം തിരക്കിയപ്പോൾ അവന് പനിയാണ്, അതാണ് അവൻ അങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പറയണ ഹരീഷ്. അങ്ങനെ അവർ ചായ വാങ്ങാൻ പറഞ്ഞു വിട്ടു. എടാ ഹരീഷേ, നീ എന്നെ ഒന്ന് മോശക്കാരനായിട്ടാണോ കാണുന്നത്? എന്നെ കാണുന്നത് നിനക്കിപ്പോൾ ഇഷ്ടമല്ലേ എന്നൊക്കെ സുധീഷ് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, എനിക്കെപ്പോഴും സുധീഷേട്ടനെ കാണുന്നത് ഇഷ്ടമാണെന്ന് ഹരീഷ് പറഞ്ഞപ്പോൾ നീ എന്താടാ ഈ പറയുന്നത് എന്ന് സുധീഷ് ചോദിച്ചു. സുധീഷേട്ടൻ ചെയ്തത് വല്ലതും ശരിയാണോ എന്ന് ഹരീഷ് തിരിച്ചു ചോദിച്ചപ്പോൾ അവൻ ശരിക്കും അങ്ങ് തകർന്നു പോയി. സാരമില്ല, അത് വിട്, പക്ഷേ സുധീഷേട്ടനൊന്ന് ആലോചിച്ചു നോക്കിയേ, ഹരീഷ് സാന്ത്വനിപ്പിച്ചു.
എടാ, ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. എൻ്റെ മനസ്സിൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലൈസൻസ് ഇല്ല, ജോലിയില്ല, അങ്ങനെ എല്ലാം കൂടി വന്നപ്പോൾ ഞാൻ അങ്ങ് വല്ലാണ്ടായി. നിധിയുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടി ഞാൻ അവളെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിക്കാമെന്ന് കരുതി. പക്ഷേ അവളത് വേണ്ടാന്ന് വെച്ചു. പോരാത്തതിന് നമ്മുടെ അച്ഛൻ എന്ന് പറയുന്ന ആ ആളുണ്ടല്ലോ, അയാൾ വന്ന് അവളെ ഭാര്യയാക്ക്, അല്ലെങ്കിൽ എല്ലാവരും കൂടി അവളെ എൻ്റെ പെങ്ങളാക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് വീണ്ടും വീണ്ടും എൻ്റെ ടെൻഷൻ കൂട്ടി. ആ വിഷമത്തിൽ തോമസ് ഏട്ടൻ്റെ കൂടെ വെള്ളമടിക്കാൻ പോയപ്പോൾ പുള്ളിയും അത് തന്നെ എന്നോട് പറഞ്ഞു. എൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ജീവിച്ചേനെ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ആകങ്ങ് വല്ലാണ്ടായി. അങ്ങനെ എന്തൊക്കെയോ ചെയ്തപ്പോൾ എനിക്കന്ന് സുധീഷ് കരഞ്ഞുകൊണ്ടങ്ങനെ പറഞ്ഞു തുടങ്ങി. നമ്മുടെ അച്ഛൻ്റെ സ്വഭാവം അറിയാമായിരുന്നിട്ടും അയാളുടെ വാക്ക് കേൾക്കാൻ പോയത് എന്തിനാ? അയാൾക്ക് എന്തറിയാം എന്ന് ഹരീഷ് ചോദിച്ചു. സുധീഷ് ഏട്ടൻ്റെ ഏട്ടത്തിയെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അത് നേരെ പോയി പറയല്ലേ വേണ്ടത്, അല്ലാതെ പാതിരാത്രിയിൽ റൂമിൽ കയറി ചെല്ലാണോ വേണ്ടത്? ഞാൻ റൂമിൽ പോയെങ്കിലും അവളെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് സുധീഷ് പറഞ്ഞപ്പോൾ, എന്നാ പിന്നെ എന്തിനാ അങ്ങനെ റൂമിലേക്ക് പോയത്? ഏട്ടത്തി അങ്ങനെയാണോ സുധീഷ് ഏട്ടനെ കാണുന്നത് എന്ന് ഹരീഷ് ചോദിച്ചു. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും ഏട്ടത്തി നമ്മുടെ കൂടെയല്ലേ നിൽക്കുന്നത്, എന്നിട്ട് ഇങ്ങനെ പെരുമാറിയത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇനി എന്താടാ ചെയ്യുക? സോറി പറയാൻ വിളിച്ചിട്ട് അവളാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജിന് റീപ്ലൈയും തരുന്നില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണം, നീ പറ എന്നൊക്കെ സുധീഷ് കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. സുധീഷ് ഏട്ടന് ഇനി ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാൽ മതി, എല്ലാം ഞാൻ ശരിയാക്കിക്കോളാമെന്ന് ഹരീഷ് പറഞ്ഞിട്ട് സുധീഷിനെ ആശ്വസിപ്പിച്ചു. പിന്നീട് നിധി ദിവ്യക്കൊപ്പം ആ ഹോസ്റ്റൽ അന്വേഷിക്കാൻ വേണ്ടി ഹോസ്റ്റൽ വാർഡനെ കാണാൻ ചെന്നു. ഇതെൻ്റെ കൂടെ ജോലി ചെയ്യുന്ന നിധിയാണ്. താമസിക്കാൻ റൂമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സിംഗിൾ റൂം 10,000 ആവുമെന്നും ഷെയറിംഗ് റൂമിന് 7,000 ആവുമെന്നൊക്കെ വാർഡന് പറഞ്ഞു. ഷെയറിംഗ് മതിയെന്ന് നിധി പറഞ്ഞപ്പോൾ 3 മാസത്തെ അഡ്വാൻസ് വേണമെന്ന് വാർഡർ ആവശ്യപ്പെട്ടു. കയ്യിൽ അത്രമാത്രം കാശൊന്നുമില്ലെന്നും ജോലിക്ക് കയറിയതേ ഉള്ളൂ എന്ന് നിധി കെഞ്ചിക്കൊണ്ട് പറഞ്ഞിട്ടും വാർഡനൊന്നും വഴങ്ങിയില്ല. ഒടുവിൽ ദിവ്യ ഇടപെട്ട് അവൾക്ക് ഗ്യാരണ്ടി കൊടുത്തു. 1 മാസത്തെ വാടകയെങ്കിലും അഡ്വാൻസ് തരണമെന്ന് വാർഡൻ പറഞ്ഞപ്പോൾ പകുതി ഇപ്പോൾ തരാം, ബാക്കി സാലറി കിട്ടുമ്പോൾ തരാമെന്ന് ദിവ്യ പറഞ്ഞു. വാർഡൻ ആദ്യം എതിർത്തുവെങ്കിലും ദിവ്യയുടെ നിർബന്ധത്തിന് വഴങ്ങി. നിധിക്ക് വേണ്ടി ദിവ്യ തന്നെ സംസാരിച്ച് ഒടുവിൽ വാർഡനെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു. റൂമൊക്കെ കണ്ടിട്ട് നിധിക്ക് ഭയങ്കര ഇഷ്ടമായി. ബാത്റൂം സ്വന്തമായി ക്ലീൻ ആക്കണമെന്നും ഭക്ഷണത്തിൻ്റെ സമയങ്ങളെല്ലാം തന്നെ വാർഡൻ പറഞ്ഞു കൊടുത്തു. നിധിക്ക് റൂം ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആധാർ കാർഡും ലോക്കൽ ഗാർഡിൻ്റെ സൈനും വേണമെന്നൊക്കെ വാർഡൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി സാധനങ്ങൾ എടുത്തിട്ട് ഇന്ന് തന്നെ വരാം, ഗാർഡിയനെയും കൂടെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് പകുതി പൈസയും കൊടുത്ത് നിധി അവിടെ നിന്നും ഇറങ്ങി. നേരെ അവൾ പോയത് സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അവളെ കണ്ട അവിനാശ് സുഭാഷിനെ വിളിക്കാൻ പോയെങ്കിലും അവൻ തടഞ്ഞു. പണി തീരട്ടെ, ഞാൻ അതുവരെ വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറയാണ് നിധി. കുറച്ച് കഴിഞ്ഞ് സുഭാഷ് അവളെ കണ്ടു. എപ്പോൾ വന്നു മോളെ? ഞാൻ പണിയിലായിരുന്നു, നീ വിളിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുഭാഷ് ഏട്ടൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. അവിനാശിനോട് അവൾക്കൊരു ജ്യൂസ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് സുഭാഷ് വളരെ സങ്കടത്തോടെ ഇന്നലത്തെ കാര്യത്തിന് നിധിയോട് മാപ്പ് ചോദിച്ചു. അവൻ ചെയ്തത് എത്ര ക്ഷമ ചോദിച്ചാലും മതിയാവില്ല മോളെ, ഞങ്ങൾ വീട്ടിലുണ്ടായിട്ടും ശ്രദ്ധിക്കാത്തത് ഞങ്ങളുടെ തെറ്റാണ്, ക്ഷമിക്കണം മോളെ എന്നൊക്കെ സുഭാഷ് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ, അതൊക്കെ വിട് സുഭാഷ് ഏട്ടാ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് നിധി പറഞ്ഞു. എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ നമ്മുടെ വീട്ടിൽ നിന്നും പോകുക സുഭാഷ് ഏട്ടാ എന്ന് അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുഭാഷ് ഏട്ടന് ഞെട്ടിപ്പോയി. നടന്നത് വലിയ തെറ്റാണ്, അതിന് വീട് വിട്ട് ഇറങ്ങിപ്പോവേണ്ട കാര്യമുണ്ടോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിച്ചുവെങ്കിലും അവൾ അത് കേട്ടില്ല. ഞാൻ ദിവ്യ നിൽക്കുന്ന ഹോസ്പിറ്റലിലേക്ക് മാറുക സുഭാഷ് ഏട്ടാ, ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ല, എന്നോട് പോകരുതെന്നും സുഭാഷ് ഏട്ടൻ ഒരിക്കലും പറയരുത്. എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ, ഇത് വീട്ടിൽ മറ്റുള്ളവരോട് പറയാൻ വിഷമമുള്ളത് കൊണ്ടാണ് ഞാൻ സുഭാഷ് ഏട്ടനോട് ആദ്യം ഈ ഒരു കാര്യം വന്ന് പറഞ്ഞത്. എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിധി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം മാറി നിന്ന് കണ്ണു തുളച്ച് സുഭാഷ് ഒടുവിൽ അതിന് സമ്മതിച്ചു. ശരി മോളെ, നിനക്കെന്താ ശരിയെന്ന് തോന്നുന്നത് അത് നീ ചെയ്യേ, ഞാൻ തന്നെ വന്ന് നിന്നെ അവിടെ കൊണ്ടുപോയാക്കാമെന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു. അങ്ങനെ അവരുടെ ഗാർഡനുമായിട്ട് സൈൻ ചെയ്യണമെന്നും അവൾ പറയാണ്. ഞാൻ ചെയ്തോളാമെന്ന് സുഭാഷ് ഏട്ടൻ സമ്മതിച്ചു. അവിനാശ് കൊണ്ടുവന്ന ജ്യൂസ് അവൾക്ക് കൊടുത്തു. എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയൊന്നുമില്ല മോളെ, നിനക്കിഷ്ടമുള്ളത് നീ ചെയ്യേ എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അവളെ സമാധാനിപ്പിച്ചു. പിന്നീട് സുഭാഷ് ഏട്ടനോടൊപ്പം വീട്ടിലേക്ക് എത്തിയ നിധി തൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. സുഭാഷ് ഏട്ടനും നികേഷും വളരെ സങ്കടത്തോടെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭാസ്കരൻ അവിടെ ഇരുന്ന് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഹരീഷും സുധീഷും അങ്ങോട്ടേക്ക് വന്നു. സുഭാഷ് വാതിലിനരികത്തിരിക്കുന്നത് കണ്ട് സുധീഷ് കാര്യം തിരക്കി. നികേഷ് ദേഷ്യം വന്ന് സുധീഷിൻ്റെ ഷർട്ടിനെ അങ്ങ് കുത്തിനി പിടിച്ച് ചോദിച്ചു, എടാ ഇപ്പം നിനക്ക് സമാധാനമായോ എന്ന്? ഏട്ടത്തി വീട് വിട്ടു പോവാണ്. ഇത് കേട്ട് സുധീഷ് ശരിക്കും അങ്ങ് ഞെട്ടിപ്പോയി. അവൾ കൂടെ ജോലി ചെയ്യുന്നവളുടെ ഹോസ്റ്റലിലേക്ക് മാറുവാണെന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു. നികേഷ് സുധീഷിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സുധീഷ് കരഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടനോട് പറഞ്ഞു, അവളോട് പോകരുതെന്ന് പറ സുഭാഷ് ഏട്ടാ, ഇത്രയും കാലം അവൾ നമ്മളെ വിശ്വസിച്ചതാ,
ഇത്രയും കാലം അവൾ നമ്മളെ വിശ്വസിച്ചാ ഇവിടെ നിന്നത്. ഇനി എന്ത് വിശ്വാസത്തിലാണ് അവളോട് ഇവിടെ നിൽക്കാൻ പറയേണ്ടത് എന്ന് സുഭാഷേട്ടൻ ചോദിച്ചപ്പോൾ എല്ലാവരും ശരിക്കും അങ്ങ് തകർന്നു പോയി. നിധി പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്നു. നികേഷ് കരഞ്ഞുകൊണ്ട് അവളോട് പോകരുതേ എന്ന് കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. നീ കരയാതെടാ, നീ എന്ത് പറഞ്ഞാലും ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല. നിനക്കെപ്പോൾ വേണമെങ്കിലും എന്നെ വന്ന് കാണാമെന്ന് അവൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആ കുട്ടി പോട്ടെ, അവൾക്ക് നിൽക്കാൻ പറ്റിയ വീടല്ല ഇത് എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അവളെ നികേഷിനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. സുധീഷ് വന്ന് കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിച്ചു. നിധി, നീ പോവണ്ട, ഞാൻ വേണമെങ്കിൽ ഈ വീട് വിട്ട് പോയേക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ നാടകമൊന്നും ഞാൻ വിശ്വസിക്കില്ല, ഞാൻ പോകുക എന്ന് നിധി തീർത്തും അങ്ങ് പറയാണ്. സുധീഷ് വീണ്ടും സുഭാഷ് ഏട്ടനോട് അവളെ തടയാൻ പറഞ്ഞപ്പോഴേക്കും മോളെ ഞാനും വരുക എന്നൊക്കെ പറഞ്ഞ് സുഭാഷും അകത്തേക്ക് പോയി. സുധീഷ് ഹരിയേഷിനോട് അവളെ തടയാൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ പിടിച്ചു വാങ്ങിച്ചു. പക്ഷേ അവൾ ദേഷ്യത്തോടെ ആ ബാഗ് അങ്ങ് തിരിച്ചു വാങ്ങിച്ചു. നികേഷിനോട് നന്നായിട്ട് പഠിക്കണമെന്നും കരയരുതേ എന്നൊക്കെ പറഞ്ഞ് അവൾ സുഭാഷേട്ടനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ഭാസ്കരനെ നോക്കിക്കൊണ്ട് അവൾ അങ്ങോട്ടേക്ക് മുന്നിലേക്ക് നടന്നു. സുധീഷ് പിന്നാലെ ചെന്ന് കരഞ്ഞു വിളിച്ചിട്ടും അവൾ തിരിഞ്ഞു നോക്കിയതേയില്ല. അവൾ ഓട്ടോ പിടിച്ചിട്ട് ഹോസ്റ്റലിലേക്ക് തന്നെ പോയി. പോകുന്ന വഴിക്ക് ആ വീട്ടിലെ നല്ല നിമിഷങ്ങളും പിന്നീട് സുധീഷ് ചെയ്ത ആ വൃത്തികെട്ട പ്രവൃത്തിയും അവൾ ഓർത്തുകൊണ്ട് ഒരുപാട് സങ്കടപ്പെട്ടു. സുഭാഷേട്ടനും വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. ഇവിടെ വീട്ടിലാണെങ്കിൽ സുധീഷ് ഭാസ്കരനോട് വഴക്കിട്ടു. നിങ്ങളാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നൊക്കെ പറഞ്ഞ് അവനങ്ങ് ദേഷ്യപ്പെട്ടു. അവള് പോയാ നിനക്കെന്താടാ, പോയി കിടന്നുറങ്ങടാ എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ പറഞ്ഞപ്പോൾ സുധീഷ് അടിക്കാൻ വരെ ചെന്നു. ഹരീഷ് പിടിച്ചു മാറ്റി. എൻ്റെ ജീവിതം തീർന്നു, എല്ലാം അവസാനിച്ചടാ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് പൊട്ടിക്കരഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് താലി കെട്ടിയതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവൻ ഓർത്തെടുത്തു. ഹോസ്റ്റലിലെത്തിയ നിധിയും സുഭാഷും ദിവ്യക്കൊപ്പം വാർഡനെ കണ്ടു. സുഭാഷ് തൻ്റെ വീടിനേക്കാൾ മോശമാണല്ലോ ഇത് എന്നൊക്കെ കരുതി സങ്കടപ്പെടുകയാണ്. വാർഡൻ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാ പകുതി കൊടുത്തത് എന്ന് നിധി പറഞ്ഞു. നീ ഇതെന്താ എന്നോട് പറയാതിരുന്നത് എന്നൊക്കെ ചോദിച്ചു. സുഭാഷ് സ്വന്തം കയ്യിൽ നിന്ന് ബാക്കി പൈസ എടുത്ത് വാർഡന് കൊടുക്കുകയാണ്. താൻ അവളുടെ ചേട്ടനാണെന്ന് പറഞ്ഞ് ഗാർഡനായി തന്നെ സൈൻ ചെയ്യുകയും ചെയ്തു. ആധാർ കാർഡും രേഖകളൊക്കെ കൊടുക്കുകയും ചെയ്തു. വാർഡൻ കേക്ക് കൊടുത്തപ്പോൾ അവൾ ദിവ്യക്കൊപ്പം മുറിയിലേക്ക് പോയി. പുറത്ത് നിൽക്കുന്ന സുഭാഷേട്ടൻ വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. തിരികെ വന്ന നിധി സുഭാഷേട്ടൻ കരയുവാണോ എന്നൊക്കെ ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞുവെങ്കിലും അയാളുടെ സങ്കടം കണ്ടു നിൽക്കാനൊന്നും നിധിക്കായില്ല. നിനക്കെപ്പോൾ വേണമെങ്കിലും ആ വീട്ടിലേക്ക് വരാം. നിനക്കിവിടെ ഒരു വീടുണ്ട്, ചേട്ടനായി ഞാനുണ്ട്, ഹരീഷും നികേഷും അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇങ്ങനെ ഒരു ഹോസ്റ്റലിൽ നീ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. കൃത്യമായി ഭക്ഷണം കഴിക്കണം, രാത്രി പുറത്തിറങ്ങരുത്, ഓട്ടോയിൽ തന്നെ യാത്ര ചെയ്യണമെന്നൊക്കെ സുഭാഷേട്ടൻ അവളെ ഒരുപാടധികം ഉപദേശിച്ചു. അയാൾ കുറച്ച് പൈസയും കൂടി അവളുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. അവൾ വേണ്ട എന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ചു കൊണ്ട് തന്നെ സുഭാഷേട്ടൻ ആ പൈസ അവിടെ ഏൽപ്പിക്കുകയാണ്. പോകുന്നതിന് മുൻപായി തന്നെ സുഭാഷേട്ടൻ അവളോട് പറഞ്ഞു. ഞാൻ പറയുന്നത് നീ തെറ്റിദ്ധരിക്കരുത് മോളെ. കഴിയുമെങ്കിൽ നീ സുധീഷിനോട് ക്ഷമിക്കണം. അവൻ മോശക്കാരനല്ല, സാഹചര്യങ്ങൾ കൊണ്ട് അവൻ അങ്ങനെ ആയിപ്പോയതാ. ഞാൻ വളർത്തിയതിൻ്റെ കുഴപ്പങ്ങളുണ്ട്. അവൻ ചെയ്തത് വലിയ തെറ്റാണെങ്കിലും നീ അവനോട് ക്ഷമിക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞു. അവളെ തലോടിക്കൊണ്ട് അവളെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് സുഭാഷേട്ടൻ അവളോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നത്. സുഭാഷേട്ടൻ പോകുന്നതും കണ്ട് വളരെയധികം സങ്കടത്തോടെ നിറ കണ്ണുകളോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.